ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ആനന്ദ് വല്ലാതെ വയലന്റ് ആവുകയാണ് കേട്ടോ. തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ. എന്നിട്ട് മീനുവിനോട് പറയും, മീനു നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കുക, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നിന്നോടല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അത് കേൾക്കുന്ന മീനു കരഞ്ഞോണ്ട് നിൽക്കുക. ആനന്ദേട്ട അത് പിന്നെ ഹോ നിനക്ക് വിളിക്കാൻ പറ്റില്ലല്ലേ, അന്ന് ആരും വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങാം. അപ്പം പാലം വന്ന് ആനന്ദിനെ പിടിക്കും. മോനെ ആനന്ദ് നീ എന്താ ഈ ചെയ്യുന്നത്, വീടച്ച ഇവിടെ ഉള്ളവരൊക്കെ വ്യാജമാ, ഇവർ പറയുന്ന കേട്ടില്ലേ എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന്, ചെറുതായിട്ട് ദേവിയുടെ ഒന്ന് വീണതിന് എൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചു പോവുക, ഇവർക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു കള്ളം പറയാനായിട്ട് തോന്നി, എല്ലാം വ്യാജന്മാരെ ഞാൻ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കും, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. മോനെ അവർ കള്ളം പറഞ്ഞതല്ലടാ, നമ്മൾ ഏത് ആശുപത്രി പോയാലും ദേവിമോളുടെ സാഹചര്യം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുള്ളായിരുന്നു, ദേവിക്ക് എന്ത് സാഹചര്യമെന്ന് അച്ഛൻ ഈ പറയുന്നത്, ഒന്ന് വീണു അത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ അച്ഛാ, ഇവരെന്തൊക്കെയാ പറയുന്നത്, കൊണ്ടുവന്നപ്പോൾ ബ്ലീഡിങ് ആയിരുന്നു അത്രേ, എല്ലാം കള്ളവാ പറയുന്നത്, നമുക്കിപ്പം തന്നെ പരാതിപ്പെടാം എന്നും പറഞ്ഞ് അവിടെ ഉള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി അടിച്ച് തകർക്കുകയാണ് കേട്ടോ. മോനെ ആനന്ദ് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞ് ബാലൻ പിടിച്ചു മാറ്റാൻ നോക്കാം. അപ്പം ബാലൻ പിടിച്ചാൽ ആനന്ദ് നിൽക്കുന്നില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ട് നേഴ്സുമാരും അറ്റൻഡർമാരും ഒക്കെ ഓടി വരികയാണ്. എന്നിട്ട് അവരൊരു വിധത്തിൽ ആനന്ദിനെ പിടിച്ച് വലിച്ചു നിർത്തുക. എന്നിട്ട് ഇല്ല എൻ്റെ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ആനന്ദിനോട് ഒരു നേഴ്സ് പറയൂട്ടോ, ഇല്ല സാറിൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല കേട്ടോ, ഒരു കുഴപ്പമില്ല, കുഞ്ഞെ അവിടെ സേഫായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയാം. നേഴ്സിന് വിവരമുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇവരൊക്കെ കള്ളോ പറയുന്നേ, അച്ഛാ ആ ഉടുപ്പിങ്ങെടുത്തേ, ഞാൻ അച്ഛനെ കാണിച്ചില്ലായിരുന്നു കുഞ്ഞുടുപ്പുകൾ. അപ്പോഴത്തേക്കും ഗോമതി പറയും, എടുത്ത് കൊടുക്കും ബാലേട്ട, അവൻ പറയുന്ന കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പം ബാലനാണെങ്കിൽ ആ ഉടുപ്പുകളെല്ലാം എടുത്ത് കൊടുക്കുക. ആ ഉടുപ്പുകൾ കാണുമ്പോൾ ബാലൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകുവാണ്. ഇങ്ങ് താ അച്ഛൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ളതാ എന്നും പറഞ്ഞ് ആനന്ദ് ബാലൻ്റെ കയ്യിൽ നിന്ന് അത് മേടിക്കുക. എന്നിട്ട് ആ നേഴ്സുമാരെയും അറ്റൻഡർമാരെയും ഒക്കെ ഇത് കാണിക്കുക, ഇത് കണ്ടോ നല്ല ഉടുപ്പുകളാ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മേടിച്ചതാ, നന്നായിട്ടില്ലേ, എൻ്റെ കുഞ്ഞിനെ ഉണ്ടാവുമ്പം ഇത് വേണം ഇടിക്കാൻ എന്നൊക്കെ പറയാം, നല്ല ഉടുപ്പുകളാ, സാറിൻ്റെ കുഞ്ഞ് ജനിക്കുമ്പം നമുക്ക് ഈ ഉടുപ്പുകൾ തന്നെ ഇടിക്കാം കേട്ടോ എന്ന് ആ നേഴ്സുമാർ കരുതലോടെ ആനന്ദിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ആനന്ദിൻ്റെ മാനസികാവസ്ഥ അറിഞ്ഞുള്ള അവരുടെ പെരുമാറ്റം കൊണ്ട് ആനന്ദ് പതിയെ ശാന്തനാവുക. എന്നിട്ട് അവർ ആനന്ദിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ആനന്ദിൻ്റെ അവസ്ഥ കണ്ട ഗോമതി പൊട്ടിക്കരയാണ്, എൻ്റെ മോനെ നിനക്കിത് എന്താടാ പറ്റിയത്, നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ, ഗോമതി നീ സമാധാനപ്പെട് എന്ന് അപ്പം ഗോമതിയോട് ബാലൻ പറയാണ് കേട്ടോ. അപ്പം മീനും ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു നേഴ്സ് വന്ന് ശ്രീദേവിയുടെ ബൈസ്റ്റാൻഡർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം മീനും അടുത്തേക്ക് ചെല്ലുക. അത് ആ കുട്ടിക്ക് കണ്ണ് തുറന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് അതിൻ്റെ ഹസ്ബൻഡിനെ കാണണമെന്നാണ് പറയുന്നത്, ആളോട് ഒന്ന് അകത്ത് കയറി കാണാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അകത്തേക്ക് പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ ബാലനും ഗോമതിയും കൂടി കരഞ്ഞുകൊണ്ടിരിക്കുക. ഗോമതി പറയാ, ബാലേട്ട ദൈവങ്ങളൊന്നും ഇല്ല ബാലേട്ട, നീ എന്തൊക്കെയാ ഗോമതി പറയുന്നേ, അതേ ബാലേട്ട നമ്മുടെ കുടുംബത്തിൻ്റെ ദോഷം മാറാനായിട്ട് നമ്മൾ അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി എന്തൊക്കെ പൂജയും വഴിപാടുകളും ചെയ്തു, അവസാനം അഗ്നിപൂജ വരെയും ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഫലം കണ്ടോ, ഞാൻ രാവിലെ നിലവിളക്ക് കത്തിച്ച് ദൈവങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ വെറുതെയാ, ഒരു ദൈവങ്ങളും നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല ബാലേട്ട, കള്ളവും ചതിയും വഞ്ചനയും കൈമുതലായുള്ളവരുടെ പ്രാർത്ഥന മാത്രമേ ദൈവങ്ങൾ പോലും കേൾക്കൂ, അവരുടെ കൂടെ ദൈവം നിൽക്കുള്ളൂ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ, എന്നിട്ട് നമ്മുടെ കുടുംബത്തിന് എന്ത് വലിയ അത്യാപത്ത ആനന്ദിൻ്റെ അവസ്ഥ കണ്ടില്ലേ ബാലേട്ട, എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെ കരയല്ലേ ഗോമതി, ഈ അവസ്ഥയെ നമ്മൾ തരണം ചെയ്തേ പറ്റൂ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരിതം സംഭവിച്ചു എന്നും കരുതി അത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ, അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിച്ചെടുക്കാം, പുറത്ത് കടത്താം എന്നാ നമ്മൾ നോക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് മീനു ഓടി വരിക, അമ്മേ എന്നും പറഞ്ഞ്, എന്താ മീനു എന്നപ്പം ഗോമതി ചോദിക്കുക, ദേവിയടുത്തേക്ക് ബോധം വന്നു, അതെയോ, ഓ ഈശ്വര കാത്തു, ദേവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ദേവിയടുത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്, പക്ഷേ ആനന്ദേട്ടനെ കാണണമെന്ന് ഏടത്തി വാശി പിടിക്കുവാണത്രേ, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ആനന്ദേട്ടനെ കയറ്റി കാണിക്കുക എന്ന് പറയാം. അപ്പോൾ ഗോമതി പറയും, അയ്യോ വേണ്ട വേണ്ട, ദേവിമോൾ ഇപ്പം ആനന്ദിനെ കാണണ്ട, അത് ആ കുട്ടിയുടെ മാനസിക നില കൂടുതൽ തകർക്കുകയുള്ളൂ, അതൊന്നും ശരിയാവില്ല, നമുക്ക് കയറി കാണാം എന്ന് പറയാണ്. അപ്പോൾ ഗോമതിയോട് ബാലൻ പറയും, ദേവിമോളെ കയറി കാണുന്നതൊക്കെ കൊള്ളാം, ആനന്ദിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നീ അവളോട് പറയാനേ പാടില്ല, അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അവളുടെ മുന്നിൽ കരയോ ഒന്നും നീ ചെയ്യരുത് എന്ന് ഗോമതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ബാലൻ. ഇതേ സമയം ദേവമംഗലത്താണ് നമ്മുടെ അനുശ്രീയാണെങ്കിൽ ഭ്രാന്തെടുത്ത പോലെ ഡ്രസ്സെല്ലാം ഒരു ബാഗിലേക്ക് കുത്തിക്കയറ്റി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങുക. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് വരുന്ന സുകന്യ ചോദിക്കും, അനു നീ ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ ഇതെങ്ങോട്ടായി കെട്ടും പാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നേ,
എനിക്കിവിടെ ഇനി ജീവിക്കണ്ട ചേച്ചി. എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എൻ്റെ അച്ഛന് എന്നെ എന്തുമാത്രം വിശ്വാസമായിരുന്നെന്നറിയാവോ? ഞാൻ അച്ഛന് എതിരായിട്ട് ഒരു തെറ്റും ചെയ്യില്ലെന്നാ ആ പാവം കരുതിയിരുന്നത്. എന്നിട്ട് ഞാൻ അച്ഛന് തിരിച്ചു കൊടുത്തതെന്താ? ഞാൻ കാരണമാ ഈ കുടുംബം ഇതുപോലെ തകർന്നു പോയത്. അതുകൊണ്ട് എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കണ്ട. ഞാൻ എവിടേക്കെങ്കിലും പോവാ എന്ന് പറയാം. ആ, നന്നായിരിക്കും. ഒരു വശത്ത് ദേവി മരിക്കോ ജീവിക്കോ എന്നറിയാതെ നിൽക്കുക. അതിൻ്റെ കൂടെ നിൻ്റെ പാവം അച്ഛന് അമ്മയ്ക്കും നീ ഈ ഒരു വേദന കൂടി കൊടുക്കുക. നിന്നെയും കൂടി കാണാതായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും വളരെയധികം സന്തോഷിക്കുമല്ലോ. മകൾ എവിടെയാണെന്ന് കാണാതെ വേദനയോടെ ഗോമതി ചേച്ചിയും ബാലേട്ടനും കൂടുതൽ വേദനിക്കും. അതേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരുത്തനുണ്ടല്ലോ അലോക്, അവൻ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അവൻ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാം കാരണം. അവനോട് ഒരു 100 തവണ ഞാൻ പറഞ്ഞതാ ഇവിടെ കയറി വരരുതെന്ന്. എന്നിട്ട് ഇവിടെ കയറി വന്ന് ഇക്കണ്ട പ്രശ്നമെല്ലാം സൃഷ്ടിച്ച അവൻ്റെ കാര്യം ചേച്ചി മിണ്ടരുത്. അവൻ പറയുമ്പം നിനക്ക് ദേഷ്യപ്പെടാം, പക്ഷേ അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അവൻ്റെ തലക്കടിച്ച് അവനെ കൊല്ലാൻ നോക്കിയത് ഈ വീട്ടിലുള്ളവരാ. എന്നിട്ട് അവൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവന് പ്രതികാരമായിട്ട് ഇറങ്ങിയല്ലേ എന്ന് ചോദിക്കുക. പ്രതികാരം? അത് മീനു ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ? അത് തന്നെയല്ലേ അവൻ നിന്നോടൊരു 100 തവണ പറഞ്ഞത്? ഗോമതി ചേച്ചിയുടെ കാര്യത്തിൽ അവനും ഒരു അബദ്ധം പറ്റിയതാന്ന്. അതെന്താ? നിന്റെ മീനു ചേച്ചിക്ക് ഒരു നിയമം, അലോകിനൊരു നിയമം. ഞാൻ അവനെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നതൊന്നും അല്ല. അവനൊരു പാവം ചെറുക്കനാ. നീ എന്ന് വെച്ച ജീവനാ. പിന്നെ കുറച്ച് പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ ഉണ്ട്, കുറച്ച് വാശിയും. അതാ രാജശ്രീ ചേച്ചി കൊഞ്ചിച്ച് വളർത്തേണ്ട ചില സ്വഭാവ ദൂഷ്യങ്ങളാ. അല്ലാതെ അവനൊരു പാവം ചെറുക്കൻ തന്നെയാ. നിന്നോട് അവനൊന്ന് ക്ഷമിക്കാൻ പറഞ്ഞ് കാല് പിടിച്ചതല്ലേ? നിനക്ക് ക്ഷമ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുമായിരുന്നു അനു. ഇതിപ്പം നീ ഒറ്റ ഒരാൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നേ ഞാൻ പറയുള്ളൂ. ിന്റെ സൈഡ് ചേർത്ത് സുകന്യ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതൊക്കെ അനുശ്രീക്ക് ശരിക്കും കൊള്ളുന്നുണ്ട് കേട്ടോ. തൻ്റെ വീട്ടിലേക്ക് മനസ്സ് ചാഞ്ഞു നിന്ന അനുശ്രീയുടെ മനസ്സ് വീണ്ടും ആലോകിലേക്ക് ചാഞ്ഞു വരുന്നത് സുകന്യ ഒരു നിർവൃതിയോടെ കണ്ടു നിൽക്കണം. നിന്നെ എങ്ങനെ എൻ്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നീ എങ്ങനെയെങ്കിലും ആലോകിൻ്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്ത് ചെല്ലേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്നൊക്കെ സുകന്യ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. അപ്പം അനു അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യുക. നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നാണെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ. നിൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർക്ക് കൂടുതൽ വേദന നീ നൽകും. ദേ അനു, നിന്റെ ഈ സ്വഭാവം കാരണവും എടുത്തുചാട്ടം കാരണവും പല ദുരന്തങ്ങളും ഈ വീട്ടിൽ സംഭവിച്ചത്. അലോക ഇപ്പൊ തലനാരിഴയ്ക്ക മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെന്നിരിക്കുന്നേ. കൃഷ്ണമംഗലത്തുള്ള ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി തീരില്ലേ എന്നൊക്കെ വീണ്ടും വീണ്ടും പറയണം കേട്ടോ. ഇനിയിപ്പം അലോകിന് മാത്രമേ നിന്റെ ഏടത്തെ സംരക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അവനൊരു നല്ലവനാ. അവനായതുകൊണ്ടാ ഒന്നും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത് എന്നൊക്കെ സുകന്യ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആശുപത്രിയിൽ ബാലൻ ഗോമതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നീ ദേവിയുടെ അടുത്ത് ചെന്ന് കരയരുത്, ദേവിയുടെ മോളുടെ അടുത്ത് കരയാതെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ. അപ്പം ഗോമതി കരഞ്ഞുകൊണ്ട് പറയും, എനിക്കങ്ങനെ ഉറപ്പൊന്നും തരാൻ പറ്റില്ല ബാലേട്ടാ. എൻ്റെ മനസ്സ് കിടന്ന് വേഗുക. അതുകൊണ്ട് എങ്ങനെ ഞാൻ പെരുമാറുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു പോകുമെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം മീനു പറയും, അമ്മ ഒരു കാര്യം മനസ്സിലാക്കുക. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മ അത് ആദ്യം മനസ്സിലാക്കണം എന്ന് മീനു ഗോമതിയോട് പറയാം. ആ കുഞ്ഞിനെ ഓർത്ത് നമ്മൾ വേദനിക്കുന്നതിൻ്റെ 1000 ഇരട്ടി ആ കുഞ്ഞിൻ്റെ അമ്മ ആയ ഏടത്തി വേദനിക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോമതി തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഏടത്തിയുടെ അവസ്ഥ എന്താണെന്ന് അതിനകത്ത് കയറി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പഠിക്കമ്മേ. അവസ്ഥ എന്ത് തന്നെയാണേലും ഏടത്തിയുടെ മുന്നിൽ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. ഇങ്ങനെ കരഞ്ഞു കൂവി നിൽക്കാൻ പാടില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് മീനു ഗോമതിയോട് സ്ട്രിക്റ്റായിട്ട് തന്നെ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതി പറയും, ഞാൻ ശ്രമിക്കാം. ഏടത്തിക്ക് നമ്മളല്ലേ ഉള്ളൂ. ഏടത്തിയോട് നമ്മൾ പറയുന്ന ഓരോ വാക്കും ഏടത്തിക്ക് ആത്മധൈര്യം നൽകുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രചോദനം നൽകുന്നതും ആവണം. മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പം മീനു പറയുന്നത് വളരെ ശരിയാ എന്നുള്ള രീതിയിൽ ബാലന് നിൽക്കുക. കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ് ആനന്ദേട്ടൻ ഇത്രമാത്രം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മ എന്തുമാത്രം തകർന്നു പോയിട്ടുണ്ടാവും. ദേവിയടത്തിൻ്റെ വയറ്റിലായിരുന്നില്ലേ ആ കുഞ്ഞു വളർന്നത്. എന്തുമാത്രം ആത്മബന്ധം ഉണ്ടായിരുന്നേക്കും ആ കുഞ്ഞുമായിട്ട്. അത് മനസ്സിലാക്കി വേണം അമ്മ പെരുമാറാൻ. അമ്മേ, ഇതെൻ്റെ അപേക്ഷയാണ്. അമ്മ ദയവ് ചെയ്ത് ദേവിയടത്തിൻ്റെ മുന്നിൽ പോയി ഈ രീതി പെരുമാറരുത് എന്നും പറഞ്ഞ് മീനു ഗോമതിയുടെ മുന്നിൽ യാചനയോടെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബാലനും മീനു പറയുന്നത് ശരിയാ ഗോമതി, നീ അതനുസരിച്ച് കണ്ടറിഞ്ഞേ പെരുമാറാവുള്ളൂ എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ ദേവിയാണെങ്കിൽ ആശുപത്രിയിൽ കിടക്കിൽ ആകെ
ഒരു ജീവനുണ്ട് എന്ന് പോലും തോന്നില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഒരു പാവയെ പോലെ കണ്ണ് ചിമ്മുന്നത് കാണുമ്പോഴാണ് ജീവനുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് ആ കിടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് കേട്ടോ പ്രതികരണം. ഇതേ സമയം ഓടിച്ചെന്ന് ഗോമതി വിളിക്കുക, മോളെ ദേവി മോളെ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ബാലേട്ട എന്നും പറഞ്ഞ് ബാലനെ കാണിച്ചു കൊടുക്കുക. മോളെ ദേവി മോളെ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഗോമതി വിളിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു രീതിയിലും ദേവി തിരിച്ചോ ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പം അത് കാണുമ്പോൾ മീനുവിനും ബാലനും ഗോമതിക്കും ഒക്കെ ആകെ സങ്കടം വരിക. മോളെ ദേവി നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയാം. സാരമില്ല മോളെ, നമുക്ക് ആ കുഞ്ഞ് വിധിച്ചിട്ടില്ലായിരുന്നെന്ന് കരുതിയാൽ മതി മോളെ, നീ ഇങ്ങനെ തകർന്നു പോകല്ലേ, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, ധൈര്യത്തോടെ നീ എഴുന്നേറ്റ് വരണം എന്നൊക്കെ ഗോമതി പറയാം. ദേവി നീ ഇങ്ങനെ കിടക്കല്ലേ, എന്തെങ്കിലും പറ മോളെ, മോളെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക എന്ന് ഗോമതി വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. അപ്പം ദേവിയുടെ ഈ അവസ്ഥയൊക്കെ കാണുമ്പം ബാലനും ഒരുപാട് സങ്കടം തോന്നുകയാണ്. ബാലന് കണ്ണൊക്കെ കലങ്ങി കിടക്കുക. മോളെന്താ ഒന്നും മിണ്ടാത്തേ, നിന്നെ ഇങ്ങനെ കണ്ടിട്ട് അമ്മയ്ക്ക് പേടിയാകുന്നു കുഞ്ഞെ, നീ എന്തെങ്കിലും ഒന്ന് പറ, എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്യ് കുഞ്ഞെ എന്നും പറഞ്ഞ് ഗോമതി വീണ്ടും ദേവിയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അടുത്ത് നിൽക്കുന്ന മീനുവിനും വളരെ സങ്കടം വരിക ദേവി അടുത്തിടെ ഈ അവസ്ഥ കാണുമ്പം. വീണ്ടും വീണ്ടും ഗോമതി വിളിക്കുക, ദേവി മോളെ നീ കണ്ണ് തുറക്ക്, എന്നെ ഒന്ന് നോക്കും മോളെ. അമ്മേ ഏടത്തേക്ക് ഇപ്പോഴും മയക്കം തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് മീനു പറയൂട്ടോ. പക്ഷേ കണ്ണ് തുറന്ന ദേവി എല്ലാവരെയും നോക്കുവേ, ബാലനെ നോക്കൂട്ടോ. അപ്പം പെട്ടെന്ന് ബാലനാണ് കണ്ണൊക്കെ തുടച്ചിട്ട് ദേവിയുടെ അടുത്ത് ചിരിച്ചുകൊണ്ട് ചെല്ലാണ്. എന്താ മോളെ അച്ഛനെ ഇങ്ങനെ നോക്കുന്നേ, എന്തെങ്കിലും അച്ഛനോട് പറയാനുണ്ടോ നിനക്ക് എന്ന് അപ്പം ബാലൻ ദേവിയോട് ചോദിക്കുക. കുഞ്ഞ് ബാലച്ച, കുഞ്ഞു പോയി ബാലച്ച എന്ന് കരഞ്ഞോണ്ട് ദേവി പറയണേ കേട്ടോ. അപ്പം ദേവിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ബാലന് ഒരുപാട് സങ്കടം തോന്നുക. അത് കുഞ്ഞ് സാരമില്ല മോളെ, നമുക്ക് അത്ര ദൈവം വിധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കരുതാം എന്ന് ഒരു വിധത്തിൽ ബാലൻ ദേവിയോട് പറയാം. അത് പോയി ബാലച്ച, ഞങ്ങളുടെ കുഞ്ഞു പോയി ബാലച്ച എന്ന് വീണ്ടും വീണ്ടും അതേ വാക്കുകൾ തന്നെ ആവർത്തിച്ച് ദേവി ബാലനോട് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പം ബാലനും ഗോമതിക്കും നെഞ്ചുരുകാണ്. അമ്മേ നമ്മുടെ കുഞ്ഞു പോയി അമ്മേ, ആ കുഞ്ഞു പോയമ്മേ, എൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞില്ലേ അത് പോയി. അമ്മ എനിക്ക് ആയുർവേദ മരുന്നുകൾ തന്നു, കഷായങ്ങൾ തന്നു, മഞ്ഞൾ വെള്ളത്തിൽ എന്നെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടമ്മേ, ഇനി എന്തിനാ അതൊക്കെ, അത് പോയി, അവൻ എന്നെ ഇട്ടിട്ട് പോയമ്മേ, എങ്ങോട്ടോ പോയി എന്ന് ദേവി പറയണേ കേട്ടോ ഇടർച്ചയോടുകൂടി. അപ്പം ബാലൻ പറയും, മോളെ നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ, ഞങ്ങൾക്ക് അതൊന്നും താങ്ങാൻ വയ്യ. അവൻ പോയി. വീണ്ടും വീണ്ടും പറയാം, മീനു നീ കേട്ടോ ഞാൻ പറഞ്ഞത്, നിന്നെ ചെറിയമ്മേന്ന് വിളിക്കാൻ ഇനി അവനില്ല, നിൻ്റെ കൂടെ കളിക്കാൻ ഇനി വരില്ല, ആ കുഞ്ഞിനി ഇല്ല കേട്ടോ, ഇനി നമ്മുടെ കുഞ്ഞില്ല മീനു എന്ന് മീനുവിനോടും കരഞ്ഞോണ്ട് പറയാം. ഏടത്തി ഇങ്ങനൊന്നും പറയല്ലേ ഏടത്തി എന്ന് അപ്പം മീനു പറയാം. ദേവിയുടെ ഈ അവസ്ഥ കാണുന്ന ഗോമതിയും ബാലനും നെഞ്ചുരുകി കരയാണ്. എന്തിനാ ഭഗവാനെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് ദേവി കരയാം. അപ്പം ബാലനോട് വീണ്ടും നമ്മുടെ ദേവി പറയാം, ബാലച്ചൻ നമ്മുടെ കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തുന്നതും അതുപോലെ കടയിൽ കൊണ്ടുപോകുന്നതും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്കും ആനന്ദേട്ടനൊന്നും അറിയാവോ, ഇനി അതൊന്നും ഇല്ല ബാലച്ച, കുഞ്ഞിനെ എങ്ങോട്ടും കൊണ്ടുപോകണ്ട, കുഞ്ഞു പോയല്ലോ, ആനന്ദേട്ടനെ ഒന്ന് വിളിക്കാവോ, എനിക്കൊന്ന് കാണണം, ഞങ്ങളുടെ കുഞ്ഞു പോയെന്ന് ആനന്ദേട്ടനോട് ഞാൻ വേണ്ടേ പറയാൻ എന്ന് ചോദിക്കുക. എന്നിട്ട് വീണ്ടും ബോധം അറിഞ്ഞ് ദേവി പോവാണ് കേട്ടോ. അപ്പം എന്തിനാ ഭഗവാനെ ഇങ്ങനെ എന്നെ ഇട്ട് പരീക്ഷിക്കുന്നത് എന്നും പറഞ്ഞ് ഗോമതി കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം ദേവിയുടെ ഇത്രയും നിസ്സഹായ അവസ്ഥ കണ്ട മീനുവിനും നെഞ്ചുരുകി കരയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും